ഇനി വഹാബികൾ തുടങ്ങിയ വിദ്യാഭ്യാസം എന്താണ്? ഇവിടെ അഫ്ളുൽ ഉലമ പാസ്സായി കുറെ അറബി മുൻഷിമാരെ ഉണ്ടാക്കി എന്നതാണ്. അതുകൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും ദീനിനില്ല. ഇല്ല എന്നുള്ളത് നമ്മൾ പറയല്ല, അവര് തന്നെ പറയുന്നുണ്ട്. ദർസ് സംവിധാനത്തെയും ഇവരുടെ ഈ അഫ്ളുൽ ഉലമ സംവിധാനത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് അവർ പറയുന്നുണ്ട് ദർസ് വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ നമ്മുടെ ഈ പദ്ധതിയോ അത് വളരെ മോശമാണ് എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. കോഴിക്കോട് 2002 നടത്തിയ സമ്മേളനത്തിന്റെ മുജാഹിദ് സമ്മേളനത്തിന്റെ സുവനീറിൽ സിദ്ദീഖ് ഹസൻ എഴുതാണ്, ജമാഅത്തിന്റെ നേതാവാണ് എഴുതുന്നത്, മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിലാണ്. കേരളത്തിൽ ദീനീ വിജ്ഞാനത്തെയും മതപരമായ മാർഗദർശനത്തെയും നിലനിർത്തുന്നതിൽ പള്ളി ദർസുകൾ വഹിച്ച പങ്ക് അതുല്യമാണ്. കാരണം അത് ശരിയാണല്ലോ. കേരളത്തിൽ വന്ന ഏത് ആലിമിനെടുത്തു നോക്കുങ്ങള്, അവരൊക്കെ പള്ളി ദർസ് എന്ന് വന്നോല. ഇപ്പൊ ഈ ചാലകത്ത് വലിയ സംഭവമാണ് എന്ന് എല്ലാവർക്കും അറിയാം. സുന്നികളായ നമുക്കും അറിയാം വലിയ സംഭവമാണ് എന്ന്, വഹാബിയൊക്കെ അറിയാം. ചാലകത്ത് പഠിച്ചത് എവിടെയാണ്? പള്ളി ദർസിലാണ്. സൈനുദ്ദീൻ മഖ്ദൂം വലിയ സംഭവമാണ്, വലിയ ആലിമാണ്. മഹാനവറുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ പിന്നെ ഷാഫി മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഫതുൽ മൊയ്ൻ അല്ലെ, അത്രയും വിശ്രുതാണ്. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനൊക്കെ എവിടെ പഠിച്ചത്? കേരളത്തിൽ ജനിക്കുകയും കേരളത്തിൽ പള്ളി ദർസിൽ പഠിച്ചാണ്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജനിക്കുന്നത് കൊച്ചിയിലാണല്ലോ. മഹാനവറുകൾ അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന ദർസ് വിദ്യാഭ്യാസത്തിൽ വരുന്ന എവിടെയാണ്? കോഴിക്കോടാണ്, കുറ്റിച്ചിറയിലാണ്. അവിടെ റമദാൻ ഷാലിയാത്തിയുടെ ശിഷ്യന്റെ അടുക്കലാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പഠിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഈ ദർസ് സംവിധാനം വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആർക്കും അറിയാം, മുജാഹിദീങ്ങൾക്കും അറിയാം, ജമാഅത്തുകാർക്കും അറിയാം. ജമാഅത്തിന്റെ നേതാവാണ് പറയുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ തീർത്തും പ്രതികൂലമായിരുന്നിട്ടുകൂടി പ്രഗത്ഭരായ ആലിമുകൾ പള്ളി ദർസുകളിലൂടെ ദീനീ വിദ്യാഭ്യാസത്തെ നിലനിർത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു. നിലവിലെ സമുദായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലതും പള്ളി ദർസുകളുടെ അവശേഷിപ്പുകളാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ അവസാനം പറയാണ്, ആധുനിക അറബി യൂണിവേഴ്സിറ്റികളുടെ പാഠ്യപദ്ധതിയും പാഠ്യപുസ്തകങ്ങളും പഠിച്ച ശേഷം സമ്പൂർണമായ നവീകരണം ഈ രംഗത്ത് നടക്കണം. നിലവിലെ പാഠ്യക്രമം തൃപ്തികരമല്ല. മുറിമല്ലമാർ എന്ന് പറയാവുന്ന ബിരുദധാരികളെ പടച്ചുവിടാൻ മാത്രമേ ഇന്നത്തെ BA അഫ്ളുൽ ഉലമ പാഠ്യക്രമത്തിലൂടെ സാധിക്കുന്നുള്ളൂ. അവർ അബദ്ധങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. തന്മൂലം അറബി ഭാഷയ്ക്ക് ഉച്ചാരണ ശുദ്ധി പോലും നഷ്ടമായിട്ടുണ്ട്. സിദ്ദീഖ് ഹസൻ ഇതാണ്. അപ്പൊ അഫ്ളുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥാപനങ്ങൾ അവരുണ്ടാക്കി എന്നല്ലാതെ, അഫ്ളുൽ ഉലമ കോഴ്സ് ഉണ്ടാക്കി എന്നതല്ലാതെ കാര്യമായിട്ട് മതപരമായ അഗാധ പാണ്ഡിത്യം ഉണ്ടാക്കുന്ന ഒരു ടീമിനെ ഇറക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് നമുക്ക് ഇന്നത്തെ സാഹചര്യം തന്നെ മനസ്സിലാക്കിയേ കഴിയും. ഇന്നിപ്പോ വഹാബികളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെ പരിശോധിച്ച് നോക്ക്. ഒരു വലിയ പാണ്ഡിത്യമുള്ള, ഒരു അഗാധ പാണ്ഡിത്യമുള്ള ഒരാള് ഇന്നുവരെ വന്നിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മതപരമായി കർമ്മശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഹദീസിന്റെ വിഷയത്തിലോ ഖുർആന്റെ വിഷയത്തിലോ ഒരു ഗഹനമായ ഒരു ഗ്രന്ഥം അവർക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്ഥാപക നേതാക്കൾ മുതൽ ഇങ്ങോട്ട് തന്നെ പരിശോധിച്ച് നോക്ക്. ഇപ്പൊ KM മൗലവി ആകട്ടെ, ഈ MCC-മാരാകട്ടെ, അതുപോലെ ആരായാലും അവർക്കൊന്നും ഒരു പഠനാർഹമായ ഗ്രന്ഥം ഇല്ലല്ലോ. എന്നാൽ നമ്മുടെ ആലിമീങ്ങൾക്ക്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളും അതുപോലെ കഴിഞ്ഞു പോയതുമായ കേരളത്തിലെ ആലിമീങ്ങളെ പരിശോധിച്ച് നോക്ക്. എത്ര ഗ്രന്ഥങ്ങളാണ് അവർക്കുള്ളത്. അറബിയിലുണ്ട്, മലയാളത്തിലുണ്ട്. എന്നു മാത്രമല്ല, ഇപ്പൊ മിഷ്കാത്തിന് ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള ഒരു ശറഅ് ഇബ്നു ഹജർ തങ്ങളിലുണ്ട്. എന്നാലും നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് എത്ര വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് രചിച്ചത്. ഹദീസിന്റെ ശറഹാണ് അത്. നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മുടെ നാട്ടിൽ പള്ളി ദർസിൽ പഠിച്ച ആളാണല്ലോ. അതുപോലെ കോടമ്പോയ ബാബ ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ഖുർആനിന്റെ തഫ്സീർ ജലാലൈനി, തൈസീറുൽ ജലാലൈനി, എത്ര വാള്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വാള്യങ്ങളുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഇന്നും രചിക്കുന്നവർ നമ്മുടെ പള്ളി ദർസിൽ നിന്ന് വളർന്നു വന്നവരുണ്ട്. ഇപ്പോൾ പള്ളി ദർസിൽ നിന്ന് ഈ അടുത്ത കാലത്തായി പഠനം കഴിഞ്ഞ് രംഗത്ത് വന്നവരും വലിയ ഗ്രന്ഥങ്ങൾ രചിക്കുന്നുണ്ട്. അങ്ങനെ അറബി വ്യാകരണ വിഷയത്തിൽ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച അഹ്സനിമാരുണ്ട്, കോടൂർ അഹ്സനി, അതുപോലുള്ള ഉസ്താദുമാർ ഒരുപാടുണ്ട്. എന്നാൽ ഇത്തരം ഒരു ശൈലി എന്തുകൊണ്ടാണ് ഈ വഹാബികളുടെ സ്ഥാപനത്തിൽ പഠിച്ചവരിൽ നിന്ന് കാണാത്തത്?
അവരും ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ആ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിരുദധാരികൾ ഇപ്പോൾ സലഫി ആവട്ടെ, സലാഹി ആവട്ടെ, സുല്ലമി ആവട്ടെ, ഇതിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒരു കനപ്പെട്ട ഒരു ഗ്രന്ഥം എഴുതി ആരാണുള്ളത്? ആരുമില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഇത് വെറും ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു പഠനം അത്രയേ ഉള്ളൂ. എന്നാൽ ദറസ് സംവിധാനം അങ്ങനെയായിരുന്നില്ല. അവരഗാധമായ പാണ്ഡിത്യം അവിടെയുള്ള മുദരിസുമാര്, ഉസ്താദുമാര് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ 10-15 കൊല്ലം അവിടെ ഇരുന്നവർ പഠിക്കും. ആ പഠനത്തിന്റെ ഫലം പിന്നീട് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ പഴയ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയത്. പിന്നീട് അൽഹംദുലില്ലാഹ് നമ്മുടെ സുൽത്താനുൽ ഉലമ കാന്തപുർ ഉസ്താദിന്റെ കാലം വന്നപ്പം സാമ്പത്തികമായും കൂടി നമുക്ക് വലിയ ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. വിദേശത്ത് നമ്മുടെ പ്രവർത്തകന്മാരുടെ അധ്വാനത്തിന്റെ ഫലം കൂടി വന്നപ്പോൾ വലിയ വിപ്ലവങ്ങൾ നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, ഈ അടുത്ത കാലത്തായിട്ട് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നമ്മൾ കൊണ്ടുവന്നപ്പം ആ രംഗത്തുകൂടി പണ്ഡിതന്മാർ നന്നായി വളർന്നു വരുന്നുണ്ട്. അഡ്വക്കേറ്റുമാരും എഞ്ചിനീയർമാരും അതുപോലെ എല്ലാ വിഷയത്തിലും കഴിവ് തെളിയിച്ച, അതോടൊപ്പം തന്നെ മതവിഷയത്തിലും വലിയ പാണ്ഡിത്യമുള്ള ആളുകൾ ഇന്ന് മുഷാവറംഗങ്ങളായിട്ട് വരെയുണ്ടല്ലോ. അപ്പോൾ ഈ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇപ്പൊ നോളജ് സിറ്റി ഒന്ന് വന്നു, ഇനി രണ്ടാമത്തെ വരികയാണ്. ഈ പുരോഗമനം നമ്മുടെ പണ്ഡിതന്മാർ ഓരോ വർഷം കഴിയുന്തോറും അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വഹാബികളുടെ കാലം മുതൽ വന്നു, അവിടെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം വന്നു, പിന്നെ ഇപ്പുറത്ത് ചാലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ കാലം വന്നു, പിന്നെ പറവണ്ണയുടെ കാലം വന്നു, ഇപ്പൊ സുൽത്താനുലമയുടെ കാലം വന്നു. ഈ കാലങ്ങളിലൊക്കെ വ്യത്യസ്തമായ മാറ്റങ്ങൾ മതപഠന വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതല്ലാതെ മതപഠനത്തിന് സുന്നികളെതിരായിരുന്നു, അവർ മദ്രസക്കെതിരായിരുന്നു എന്ന പ്രചരണം ഈ ബ്രിട്ടീഷുകാര് മുസ്ലിമീങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചതുപോലെ അത് വെറും കളവാണ്. അതിലൊരു യാഥാർത്ഥ്യവും ഇല്ല.